കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജാണ് മരിച്ചത്. SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം മൂലമാണ് ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം. ജോലി തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടെന്നാണ് വീട്ടുകാരുടെ ഭാഗത്തു നമുക്ക് അറിഞ്ഞത്. കുടുംബാംഗങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്നു. കുടുംബാംഗങ്ങൾ പള്ളിയിൽ പോയപ്പോൾ അനീഷ് പറഞ്ഞത് 30 വീടും കൂടെ കയറാനുണ്ട്, അപ്പോൾ അതും കൂടെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പള്ളി വിട്ടത്. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചായിട്ട് കാണുന്നത്. ഭയങ്കര സമ്മർദ്ദമുള്ള ജോലിയാണ്. എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന ജോലി പോലും പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള സമ്മർദ്ദവും ടെൻഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. ഒരു കാരണമായിട്ട് പുള്ളിക്ക് ടെൻഷൻ താങ്ങാതെ വന്ന് സംഭവിച്ചതാണെന്ന്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. BLO നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ പറഞ്ഞു. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻസും ടാർഗറ്റൊന്നും ഈ BLOക്ക് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, പയ്യന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസി പൊതുവെ നല്ല രീതിയിൽ ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷെ പോലീസിനോട് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയ ശേഷം ഒരു ഫൈനൽ ഒരു ഇത് പറയാം. ആ സെയിം ഉദ്യോഗസ്ഥരുടെ കീഴിൽ മൾട്ടിപ്പിൾ ഇതേപോലെ തന്നെ ഒരു ഏകദേശം 100ഓളം ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പോലീസ് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പരിശോധിക്കാം. ആ സമയത്തൊന്നും എൻക്വയറി നടത്താം. സംഭവം ദൗർഭാഗ്യകരമെന്ന് CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നു. SIR തിടുക്കപ്പെട്ട് നടപ്പാക്കാനുള്ള ഏകപക്ഷീയമായ നടപടിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനരാലോചന നടത്തണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. നിരവധി BLOമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. അത് മേലുദ്യോഗസ്ഥന്മാർ തനതായി തീരുമാനിച്ചതല്ല. 2 ജോലി ഒരാൾ ചെയ്യേണ്ടി വരും. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി SIRന്റെ പ്രവർത്തനം നടത്തണം. ഇത്തരം ഒരു അധ്യാപകന്റെ ദാരുണമായ മരണം മനസ്സിലാക്കിയിട്ടെങ്കിലും സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ SIR നടപ്പാക്കുക എന്നതിലേക്ക് പോകണം. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായുണ്ട്. റഹീസ് ഈ BLOയുടെ വസതിക്ക് മുന്നിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അനീഷിന്റെ വസതിക്ക് മുന്നിൽ. അദ്ദേഹം ഈ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് കുടുംബത്തോടും ഒപ്പം മറ്റ് സുഹൃത്തുക്കളോടും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണല്ലേ? അനുജ, അതെ, അദ്ദേഹം ഈ ജോലി സമ്മർദ്ദമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ സംസാരിച്ചു. നമ്മളിവിടെ കാണുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം ഇന്ന് രാവിലെ വരെ യാതൊരു തരത്തിലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഭവം അതുണ്ടായതിനു പിന്നാലെ ഈ വീട് ആകെ ശോകമൂകമായി മാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വീട്ടുകാരോട് അനീഷ് പറയുന്നുണ്ടായിരുന്നു തനിക്ക് വലിയ ജോലി സമ്മർദ്ദമുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പിന്നിലായിരുന്നു. അദ്ദേഹത്തിന് കുറേയധികം ഫോമുകൾ കൂടി നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു SIR-മായി ബന്ധപ്പെട്ട്. പക്ഷേ അത് 4-ാം തീയതി എന്നുള്ള ഒരു തീയതിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ഈ SIR ഫോമുകൾ തിരികെ വാങ്ങി അത് എൻട്രി ചെയ്ത് നൽകാനുള്ള തീയതിയായി നൽകിയിരുന്നത്. പക്ഷേ ഓരോ ദിവസവും പിന്നീട് അത് എത്ര ശതമാനമായി എന്ന് ഓരോ BLOമാരും കാണിക്കേണ്ടതായി വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ അത് തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടാകുന്നുവെന്നും വീട്ടുകാരോട് പോലും കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുമൊക്കെ അദ്ദേഹം സുഹൃത്തുക്കളോട് വിവരങ്ങളൊക്കെ പങ്കുവച്ചു. മാത്രമല്ല, ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം അദ്ദേഹം ഈ ഫോമും ഒക്കെ ആയിട്ടിരുന്ന് താൻ ഇതൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ ഈ വീട്ടിലുണ്ടായി എന്നുള്ളതാണ് ഈ വീട്ടുകാർ പങ്കുവെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അത് തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പോൾ ഈ തൊട്ടടുത്തായി മറ്റൊരു വായനശാലയിൽ ഇവിടുത്തെ SIR-മായി ബന്ധപ്പെട്ടുള്ളൊരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അനീഷിൻ്റെ തീരുമാനപ്രകാരം അദ്ദേഹം കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ നടത്തുന്ന ഒരു ക്യാമ്പാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് അനീഷും പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇന്ന് രാവിലെ അനീഷ് ഉറക്കം എഴുന്നേൽക്കുന്നു. ശേഷം വീട്ടുകാരെ അദ്ദേഹം പള്ളിയിലേക്കാക്കുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അവർ തിരികെ വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്ത രീതിയിൽ അനീഷിനെ ഇവിടെ കണ്ടെത്തുന്നത്. അതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, മരണം സ്ഥിരീകരിക്കുന്നു. എന്തായാലും ഈ SIR-മായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സമ്മർദ്ദമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം എന്നുള്ളത് കുടുംബം ആവർത്തിച്ച് പറയുകയാണ്.
ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ആ ഒരു സമയപരിധിയിൽ ഇത്രയും അധികം പേരുടെ ഫോം കളക്ട് ചെയ്ത് തിരികെ വാങ്ങണം. 4-ാം തീയതി എന്ന ദിവസം പറയുമ്പോഴും അതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും ഈ BLOമാരെ വിളിക്കുന്നുണ്ട്. എത്ര ശതമാനം പൂർത്തിയാക്കി, എത്ര ശതമാനം ഫോം കൊടുത്തു, എത്ര എണ്ണം മടക്കി വാങ്ങി തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്കുമായി ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.